ഹലോ, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ഒരു സാറ്റർഡേ ആഫ്റ്റർനൂൺ വ്ലോഗാണ്. അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം. കുറച്ച് നാൾ മുന്നേ എൻ്റെ ഒരു പല്ല് പൊട്ടിയായിരുന്നു. പല്ലിന് വേറെ കേടൊന്നും ഇല്ലാത്തത് കാരണം ഞാൻ അത്ര കാര്യമാക്കി എടുത്തില്ല. പക്ഷെ ഈ ഡേറ്റ് ഭയങ്കര പല്ലുവേദനയായിരുന്നു. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള തന്നെ ഒരു ഹോസ്പിറ്റലിലേക്ക് ഡെന്റിസ്റ്റിനെ കാണാൻ പോയതായിരുന്നു. വാവ കുറേ നേരമൊക്കെ ഓടിക്കളിച്ച് പിന്നെ അവക്ക് വാശി തുടങ്ങി. അപ്പം നമ്മളിങ്ങനെ എടുത്തോണ്ട് നടക്കായിരുന്നു. ഈ അടുത്തായിട്ട് വാവയ്ക്ക് അങ്ങനെ എവിടെ അടങ്ങിയിരിക്കുന്നൊന്നും ഇഷ്ടമല്ല, ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കണം. വീട്ടിലാണെങ്കിൽ ഇങ്ങനെ തന്നെയാണ്, വീടിനകത്ത് ഇരിക്കുന്നത് ഇഷ്ടമല്ല, പുറത്ത് പോയി മുറ്റത്ത് കൂടെ ഓടിക്കളിച്ചോണ്ടേയിരിക്കും. അങ്ങനെ ഒരുവിധം വാവ കുറച്ചു നേരം അടങ്ങിയിരുന്നു. അങ്ങനെ ഡോക്ടറെ കണ്ടു വേണ്ട സൊല്യൂഷനൊക്കെ എടുത്ത് നമ്മൾ പതുക്കെ തിരിച്ചു പോന്നു. പിന്നെ അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ ഏട്ടൻ പറഞ്ഞു ഏട്ടനെ എംഫേസ് പോകണം സുരേഷന്റെ വീട്ടിലേക്ക്. അപ്പോൾ ഏട്ടൻ കമ്പനിക്ക് അല്ലാതെ വേറെ എവിടേക്ക് പോകാൻ മക്കളും ഞാനും കൂടെ പോകും. വാവേനെ പോലെ തന്നെ ഞങ്ങൾക്കും വീട്ടിലിരിക്കുന്ന വലിയ ഇഷ്ടമൊന്നുമില്ല. അങ്ങനെ ഞങ്ങളും കൂടെ പോയി. ലുസാക്കയിൽ ഇപ്പോൾ ഭയങ്കര മഴയാ. അപ്പോൾ മഴയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നമുക്ക് നേരവും സമയം നോക്കാതെ ഏത് നേരത്തും കയറി ചെല്ലാൻ പറ്റുന്ന ചുരുക്കം കുറച്ച് വീടുകളുണ്ട് ഇവിടെ. അതിലൊന്നാണ് ഈ വിടം. നമുക്ക് സ്വന്തം വീട്ടിലേക്ക് കയറി ചെല്ലുന്നൊരു ഫീലാ. നമുക്കിവിടെ ഫാമിലി പോലെ അങ്ങനെ കുറച്ച് ആൾക്കാരുള്ളതുകൊണ്ട് നമുക്ക് നാട് അങ്ങനെ വല്ലാണ്ട് മിസ് ചെയ്യുന്നൊന്നുമില്ലേ. അങ്ങനെ നമ്മൾ സുരേഷന്റെ വീടെത്തി. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഭയങ്കര മഴയായിരുന്നു. പക്ഷെ അവിടെ എത്തിയപ്പോൾ മഴയൊന്നും പെയ്തിട്ടില്ല. ഈ യാർഡിൽ ദേവുവിന്റെ കുറച്ച് ഫ്രണ്ട്സുകളുണ്ട്. അപ്പൊ ദേവുട്ടിയും വാവയും അവരുടെ കൂടെ കളിക്കാൻ തുടങ്ങി. അപ്പൊ ഏട്ടനും കൂടിയുണ്ട്. സുരേഷേട്ടൻ പോവാളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാനും പുറത്തു കൂടെ കുറച്ചു നേരം നടന്നു. ഈ വീഡിയോയിൽ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇവര് നല്ല അടിപൊളിയായിട്ട് ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മക്കളെല്ലാം പുറത്തു കൂടെ കളിച്ച് നടക്കുമായിരുന്നു. അപ്പം ഞാൻ എല്ലാവർക്കും ചായയൊക്കെ ഉണ്ടാക്കി എല്ലാവരും ചായയൊക്കെ കുടിച്ചു. അപ്പോഴത്തേക്ക് സുരേഷന് പോവാൻ സമയമായി. നമ്മളങ്ങനെ പതുക്കെ ഇറങ്ങി. ഇവിടുന്ന് ഒരു 1/2 മണിക്കൂറേ ഉള്ളൂ എയർപോർട്ടിലേക്ക്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു 6:45 ആയപ്പോഴത്തേക്കാണ് ഇറങ്ങിയത്. ഞങ്ങളങ്ങനെ എയർപോർട്ടിലെത്തി ഒരു 7:15 ആയപ്പോൾ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ലുസാക്കയിലെ ഇന്റർനാഷണൽ എയർപോർട്ടും കൂടെ കാണാം. കെന്നത്ത് കൗണ്ട ഇന്റർനാഷണൽ എയർപോർട്ട്. നാട്ടിലൊക്കെ എയർപോർട്ടിൽ നമ്മൾ ഒരാളെ ഡ്രോപ്പ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ജസ്റ്റ് ആ എൻട്രൻസ് വരെയല്ലേ നമുക്ക് അവരെ കാണാൻ പറ്റുള്ളൂ. ഇവിടുത്തെ എയർപോർട്ടിന്റെ ഒരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിൽ കയറി അവർ ബോർഡിങ് കഴിഞ്ഞ് നമുക്ക് അവരെ സെക്യൂരിറ്റി ചെക്കിങ്ങിന് പോകുന്നവരെ അവരുടെ കൂടെ നിൽക്കാം. വലിയൊരു കാര്യമാണ്. കാരണം ഞാനൊക്കെ ഒറ്റയ്ക്ക് നാട്ടിലേക്ക് മോളെയും വെച്ച് പോരുമ്പോൾ ഏട്ടൻ കൂടെ വന്ന് ലഗേജൊക്കെ ഡ്രോപ്പ് ചെയ്ത് ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി സെക്യൂരിറ്റി ചെക്കിങ്ങിന് പോകുന്നവരെ കൂടെ ഉണ്ടാവാറുണ്ട്. നാട്ടിലെ എയർപോർട്ടിൽ അത്രയും തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ. അങ്ങനെ നമ്മളവിടെ ഇറങ്ങി ലഗേജൊക്കെ ട്രോളിയിൽ വെച്ച് സുരേഷേട്ടനും ഒക്കെ ഞങ്ങളെല്ലാവരും ഉള്ളിൽ കയറി. ഏട്ടൻ വണ്ടി വർക്ക് ചെയ്യാൻ പോയി. അപ്പോൾ വെറുതെ ഞാനതിൻ്റെ ഉള്ളിൽ ചുമ്മാ നിന്ന് ഏട്ടനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുക. അപ്പം നമുക്ക് ലുസാക്കയിലെ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ അകത്തെ കാഴ്ചകൾ കാണാം. ഈ എയർപോർട്ട് ഉണ്ടാക്കിയിട്ട് ഇപ്പം അധികമൊന്നും ആയിട്ടില്ല, ഒരു 4 വർഷമായി കാണും. അങ്ങനെ ഏട്ടൻ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് അകത്തേക്ക് വന്നു. കയറി വരുന്ന അവിടെ ഒരു ആനയെ കണ്ടില്ലേ, അകത്തൊരു ലിയോപാഡുണ്ട്. ഈ വാവയ്ക്ക് അനിമൽസിനെ TV-യിൽ കാണുന്നതും ഫോട്ടോയിൽ കാണുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര പേടിയാ. അതോ ഭയങ്കര കരച്ചിലായിരുന്നു. എന്നിട്ട് ഇതേ സുരേഷേട്ടനോട് അങ്കിൾ അങ്ങോട്ട് പോകണ്ട, അവിടെ അത് അങ്കിളിനെ പേടിപ്പിക്കും എന്ന് പറഞ്ഞ് നിൽക്കുക. അങ്ങനെ സുരേഷേട്ടൻ അവിടുന്ന് ലഗേജൊക്കെ വിട്ട് സെക്യൂരിറ്റി ചെക്കിങ്ങിന് പോവാൻ നിൽക്കുക. അപ്പോൾ ഏട്ടൻ വാവയും കൊണ്ട് ആ ലിയോപാഡിന്റെ അടുത്തേക്ക് പോയി. ആ വാവ പേടിച്ച് കരഞ്ഞോണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മളങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് സുരേഷേട്ടൻ ഉള്ളിൽ പോകുന്നൊക്കെ നോക്കി. അത് കഴിഞ്ഞ് ഞങ്ങൾ ദേവുട്ടിയും കുറച്ചു നേരം അവിടെയൊക്കെ നിന്ന് കളിച്ച് നമ്മൾ തിരിച്ചു പോരാൻ വിചാരിച്ച്. ശരിക്കും പറഞ്ഞാൽ ഒരു സന്തോഷമാണ് നമുക്ക് ഇങ്ങനെ പുറത്തേക്ക് പോകുന്നതും ഇങ്ങനെ എയർപോർട്ട് കൊണ്ടേക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അവിടുന്ന് തിരിച്ചു പോരുമ്പോൾ ഒരു വിഷമ. ദേവുട്ടിയാണെങ്കിൽ ചോദിച്ചുകൊണ്ടിരിക്കും, അച്ഛാ നമ്മളിനി എന്നാ പോവുക, നമുക്ക് പോയാലോ ഉടനെ തന്നെ. അങ്ങനെ ആ ഒരു ഫീല് വരും, നമുക്ക് നാട്ടിൽ പോവായിരുന്നു, എന്നാ പോവുക ഇനി, അങ്ങനെ ഒരു വിഷമം വരും എയർപോർട്ട് കാണുമ്പോൾ. പക്ഷെ ഇതൊക്കെ ഇപ്പം ശീലമായി. നമുക്കും മോളുടെ ലീവും സ്കൂളൊക്കെ നോക്കി ഏട്ടൻ്റെ ലീവൊക്കെ നോക്കിയിട്ട് വേണ്ടേ പോവാൻ. അപ്പം അങ്ങനെ നമ്മൾ അവിടെയൊക്കെ നിന്ന് ലിയോപ്പാഡിൻ്റെ ഒക്കെ അടുത്ത് പോയി തിരിച്ചു പോരുന്ന വഴി ഇതേ വീണ്ടും ആന. അപ്പോൾ വാവ വീണ്ടും പേടിച്ച് അച്ഛനെ ഇറുക്കി പിടിച്ചിരിക്കുകയെന്ന്. അങ്ങനെ നമ്മൾ സുരേഷേട്ടനോട് യാത്രയൊക്കെ പറഞ്ഞ് തിരിച്ച് വണ്ടിയുടെ അടുത്തേക്ക് എത്തി. ഇവിടുത്തെ എയർപോർട്ടൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്, നല്ല അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നാട്ടിലെ എയർപോർട്ട് പോലെ അധികം തിരക്കൊന്നുമില്ല ഇവിടെ, വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. മക്കൾക്കൊക്കെ ഒരു പാർക്കിൽ വന്ന ഫീലായിരുന്നു. വാവയൊക്കെ ഇറങ്ങി ഓടാൻ വാശി പിടിച്ചേക്കുക. വലിയ ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരെ കുറച്ചുനേരം അവിടെ കളിക്കാൻ വിട്ടു. പിന്നെ കുറച്ചുനേരം അവിടെ നോക്കിയിരുന്നു. പിന്നെ ഇവരെ ഒന്ന് വണ്ടി കയറ്റാനുള്ള പാടായിരുന്നു. വാവയ്ക്ക് എവിടെ വേണമെങ്കിൽ കറങ്ങാൻ പോകാൻ റെഡിയാ. പക്ഷെ തിരിച്ച് വണ്ടി കയറി വീട്ടിലേക്ക് പോരാന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമ.
എന്നിട്ട് അങ്ങനെ മക്കളൊക്കെ അവിടെ കുറച്ചു നേരം കളിച്ച് ഞാൻ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തവരുടെ. അങ്ങനെ എയർപോർട്ടിലെ കാഴ്ചകളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ വീട്ടിലേക്ക് തിരിച്ചു. അങ്ങനെ ലുസാക്കയിലെ ഇന്റർനാഷണൽ എയർപോർട്ടൊക്കെ കണ്ടില്ലേ നിങ്ങള്? ഞാൻ ആദ്യം ലുസാക്കയിൽ വരുന്നത് 2016 ആ സമയത്ത് ഈ എയർപോർട്ട് ആയിരുന്നില്ലേ, ഒരു പഴയ എയർപോർട്ട്. അതിപ്പോൾ ഇവിടുത്തെ ഡൊമസ്റ്റിക് എയർപോർട്ടായിട്ടാണ്. അപ്പം അങ്ങനെ ഞാൻ അതിക്കാണ് വന്നത്. അപ്പം നമ്മൾ കൊച്ചിത്തെ എയർപോർട്ടിൽ നിന്നൊക്കെ കയറി ദുബായിൽ വന്നിറങ്ങി, ദുബായിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഈ 2 എയർപോർട്ടും കണ്ട് സാംബിയയിലെ എയർപോർട്ട് എനിക്കിങ്ങനെ വലിയ ഐഡിയ ഒന്നുമില്ലല്ലോ. അപ്പോൾ വന്നിറങ്ങുമ്പോൾ നിറയെ കാട്, പിന്നെ എയർപോർട്ടാണെങ്കിലും പഴയൊരു സ്ട്രക്ചറായിരുന്നു. എന്നിട്ട് പിന്നെ ഇപ്പോൾ അത് കഴിഞ്ഞ് ഒരു 2-3 വർഷം കഴിഞ്ഞിട്ടാണ് ഈ പുതിയ എയർപോർട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തത് തോന്നുന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ റോഡുകളും ഒരു 2-3 വർഷത്തിനുള്ളിൽ ഭയങ്കരമായിട്ട് മാറി. നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് തുടങ്ങിയവർ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളും എനിക്ക് എന്തെങ്കിലും സജഷനൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പൊ അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.